So dear students, today we will be dealing with life cycle hypothesis. Life cycle hypothesis has been propounded by F. Modigliani, R. Bringberg and Albert Anto. They are togetherly known as MBA economists. അപ്പം MBA എക്കണോമിസ്റ്റുകൾ എന്നറിയപ്പെടുന്ന മോഡിഗ്ലിയാനി, ബ്രിങ്ബർഗും ആൽബർട്ട് ആൻറ്റോയും കൂടി ചേർന്നിട്ടാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് ഫ്രെയിം ചെയ്തത്. So life cycle hypothesis has been developed by F. Modigliani, R. Bringberg and Albert Anto in the year 1960 to reconcile the long-run proportional and short-run non-proportional consumption function to the lifetime income and expenditure of consumer. So life cycle hypothesis focuses on lifetime income and expenditure of consumer. So the MBA says that consumption is a function of lifetime income. So consumption is a function of expected lifetime income of consumer. അതാണ് ഈ ഒരു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത്. സോ കൺസംഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം. കൺസംഷൻ എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകത്തിൻ്റെ ഫങ്ഷനാണ് കൺസംഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് നമ്മൾ ആബ്സല്യൂട്ട് ഇൻകം ഹൈപ്പോത്തസിസ് പറഞ്ഞു. അവിടെ എന്താ കെയ്ൻസ് ക്ലെയിം ചെയ്യുന്നത്? കൺസംഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് ഇൻകം. റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ കൺസംഷൻ ഇസ് നോട്ട് ഓൺലി എ ഫങ്ഷൻ ഓഫ് ഇൻകം ബട്ട് ഓൾസോ എ ഫങ്ഷൻ ഓഫ് പാസ്റ്റ് ഇൻകം. കറണ്ട് ഇൻകത്തിൻ്റെ മാത്രമല്ല പാസ്റ്റ് ഇൻകത്തിൻ്റെയും കൂടെ ഫങ്ഷനാണ് കൺസംഷൻ എന്നാണ് റിലേറ്റീവ് ഇൻകം ഹൈപ്പോത്തസിസിൽ പറയുന്നത്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിലേക്ക് വരുമ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ MBA ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് കൺസംഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം ഓഫ് കൺസ്യൂമർ. കൺസ്യൂമറിൻ്റെ ലൈഫ് ടൈം ഇൻകം, എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകത്തിനെ ആശ്രയിച്ചാണ് കൺസംഷൻ ഇരിക്കുന്നത്. അപ്പം കറണ്ട് ഇൻകത്തിനെയോ അല്ലെങ്കിൽ പാസ്റ്റ് ഇൻകത്തിനെയോ ബേസ് ചെയ്തിട്ടല്ല കൺസംഷൻ ഇരിക്കുന്നത്. കൺസംഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം ഓഫ് കൺസ്യൂമർ. ദ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് വ്യൂസ് ഇൻഡിവിജ്വൽസ് ആസ് planning their consumption and saving behavior over long period with the intention of allocating their consumption in best possible way over their entire lifetime. അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ MBA ഇക്കണോമിസ്റ്റുകൾ പറയുന്നത് കൺസംഷൻ സേവിങ് ബിഹേവിയർ ഇൻഡിവിജ്വൽസ് പ്ലാൻ ചെയ്യുകയാണ്. അവരുടെ എൻറ്റയർ ലൈഫ് ടൈം ഇൻകം യൂസ് ചെയ്ത് കൺസംഷൻ സേവിങ് ബിഹേവിയർ ആളുകൾ പ്ലാൻ ചെയ്യുന്നു. ആൻഡ് ദേ ഓൾസോ സേസ് ദാറ്റ് കൺസംഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം ഓഫ് കൺസ്യൂമേഴ്സ്. കൺസ്യൂമേഴ്സിൻ്റെ എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകത്തിൻ്റെ ഫങ്ഷനാണ് കൺസംഷൻ. So the consumption function in life cycle hypothesis is C equal to A into WR plus CYL. So life cycle hypothesis in അടിസ്ഥാനത്തിൽ consumption function the equation ആണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുന്നത്. C equal to AWR plus CY. Here C is the consumption, WR is റിയൽ വെൽത്ത്. ഇൻഡിവിജ്വൽസിൻ്റെ വെൽത്തിനെയാണ് നമ്മൾ WR കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. A ഈസ് MPC ഔട്ട് ഓഫ് വെൽത്ത്. മാർജിനൽ പ്രൊപ്പൻസിറ്റി ഓഫ് കൺസംഷൻ ഔട്ട് ഓഫ് വെൽത്ത് ഇസ് A. C ഈസ് MPC ഔട്ട് ഓഫ് ലേബർ ഇൻകം. ലേബർ ഇൻകത്തിൽ നിന്ന് ഉണ്ടാകുന്ന ആ ഒരു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ ആണ് C കൊണ്ട് റെപ്രസെൻ്റ് ചെയ്തിരിക്കുന്നത്. YL ഇസ് ലേബർ ഇൻകം. സോ കൺസംഷൻ ഫങ്ഷൻ C ഈക്വൽ ടു AWR plus CYL. Now let us move on to assumptions. So there are two important assumptions in life cycle hypothesis. First one, there is no uncertainty about entire life expectancy or length of working life. അപ്പോൾ അൺസർട്ടനിറ്റി ഇല്ല. ലൈഫ് എക്സ്പെക്റ്റൻസിനെ നമ്മൾ അസ്യൂം ചെയ്യുന്നുണ്ട്. ഈ ഒരു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ പറഞ്ഞു കൺസംഷനെയും സേവിങ്ങിനെയും പ്ലാൻ ചെയ്യുകയാണ്. ഹോൾ ലൈഫിലത്തേക്ക് വേണ്ടിയിട്ട് കൺസംഷനും സേവിങ്ങും ഇൻഡിവിജ്വൽ പ്ലാൻ ചെയ്യുന്നു എന്നാണ്.
അപ്പം ഒരു ലൈഫ് എക്സ്പെക്റ്റൻസി എത്രത്തോളമുണ്ട്, എത്ര കാലം നമ്മൾ ജീവിക്കും, എത്ര കാലം വർക്ക് ചെയ്യും, ഇങ്ങനത്തെയൊക്കെ എക്സ്പെക്റ്റൻസി ആളുകൾക്കുണ്ട്. അപ്പോൾ എത്ര കാലം ഞാൻ ജീവിക്കും എന്ന് ആളുകൾ അസ്യൂം ചെയ്യും, എത്ര കാലം വർക്ക് ചെയ്യണം എന്നൊക്കെ ആളുകൾ തീരുമാനിക്കും. ഈ ഒരു കാര്യങ്ങളിൽ ഒരു അൺസർട്ടനിറ്റി ഉണ്ടാകത്തില്ല. അതാണ് ഫസ്റ്റ് അസംഷൻ. So there is no uncertainty about either life expectancy or length of working life. Second assumption, no interest is earned on savings. അപ്പോൾ ആളുകൾ സേവ് ചെയ്യും. റിട്ടയർ ചെയ്തുള്ള ജീവിതത്തിലേക്കും അവർക്ക് കൺസ്യൂം ചെയ്യണം. അപ്പോൾ വർക്ക് ചെയ്യുന്ന ജീവിതത്തിൽ അവർക്ക് ഇൻകം കിട്ടും. അപ്പോൾ ആ ഇൻകം അവർ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യും. പക്ഷെ റിട്ടയർമെൻറ്റ് ലൈഫുണ്ട്. റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ കൺസ്യൂം ചെയ്യാനായിട്ട് ആളുകൾ സേവ് ചെയ്യും. അപ്പോൾ ഈ സേവിങ്സിൻ്റെ മേൽ ഇൻട്രസ്റ്റ് ഒന്നും കിട്ടത്തില്ല. അതാണ് അസംഷൻ. സോ നോ ഇൻട്രസ്റ്റ് റേറ്റ് ആസ് വെൽ ആസ് നോ അൺസർട്ടനിറ്റി. ഇതാണ് രണ്ട് അസംഷൻ. അപ്പം 80 വയസ്സ് വരെ ജീവിക്കും, അതാണ് ഒരു എക്സ്പെക്റ്റേഷൻ എങ്കിൽ ആ എക്സ്പെക്റ്റേഷൻ്റെ അകത്ത് ഒരു അൺസർട്ടനിറ്റി ഇല്ല. 60 വയസ്സ് മരിച്ചു പോകും, അങ്ങനത്തെ യാതൊരു വിധത്തിലുള്ള അൺസർട്ടനിറ്റി ഉണ്ടാകാനൊരു സാധ്യതയുമില്ല. അതാണ് ഫസ്റ്റ് അസംഷൻ. സെക്കൻഡ് അസംഷൻ, നോ ഇൻട്രസ്റ്റ് റേറ്റ് ഇസ് ഏൺഡ് ഓൺ സേവിങ്സിൻ്റെ മേലെ ഒരു ഇൻട്രസ്റ്റ് റേറ്റും ഇല്ല. അപ്പോൾ എത്ര സേവ് ചെയ്യുന്നു ആ സേവ് ചെയ്യുന്ന അതേ എമൗണ്ട് ആയിരിക്കും കൺസംഷനായിട്ട് കൺവേർട്ട് ചെയ്യപ്പെടുക. അപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഏൺ ചെയ്യുന്നില്ല. അതാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൻ്റെ രണ്ട് അസംഷൻസ്. Now let us consider consumption possibilities. അപ്പോൾ നമ്മൾ ഓൾറെഡി ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൻ്റെ ഇക്വേഷൻ കണ്ടു കഴിഞ്ഞു. C = AWR + CYL. Now let us consider consumption possibilities. Consumption possibilities ആണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. For time being, we are ignoring property income from assets and we are trying to concentrate on labor income only. അപ്പോൾ നമ്മൾ ലേബർ ഇൻകം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഇൻഡിവിജ്വലിന് ലേബർ ഇൻകം മാത്രമേ ഉള്ളൂ എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അയാൾക്ക് അസറ്റ് ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അയാൾ ഒന്നും ഇൻഹെറിറ്റ് ചെയ്യുന്നില്ല. ലേബർ ഇൻകത്തെ മാത്രം ബേസ് ചെയ്തിട്ടാണ് അദ്ദേഹം കൺസംഷൻ പ്ലാൻ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പം ഫസ്റ്റ് നമ്മൾ ഈ ഒരു അസറ്റ് ടേമിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുകയാണ്. ഈ WR എന്ന് പറയുന്ന ആ ഒരു ടേമിനെ നമ്മൾ ഇഗ്നോർ ചെയ്യുന്നു. അപ്പോൾ ഈ ടേം നമ്മളിപ്പോൾ കൺസിഡർ ചെയ്യുന്നില്ല. ജസ്റ്റ് ലേബർ ഇൻകം മാത്രം യൂസ് ചെയ്യുന്നുള്ളൂ. ലേബർ ഇൻകം യൂസ് ചെയ്ത് എങ്ങനെയാണ് കൺസംഷൻ പ്ലാൻ ചെയ്യുന്നത് എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഫസ്റ്റ് വി ആർ ഫോക്കസിങ് അവർ അറ്റൻഷൻ ഓൺ ലേബർ ഇൻകം. കൺസിഡർ എ പേഴ്സൺ ഹു ഈസ് അറ്റ് സം പോയിന്റ് T ഇൻ ഹിസ് ലൈഫ്. അപ്പം ലൈഫിൽ T എന്ന് പറയുന്ന പോയിന്റിൽ ഇപ്പം 40 വയസ്സായ ഒരു വ്യക്തി, അങ്ങനെയാണെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ പോയിന്റ് നമ്മൾ എടുക്കുകയാണ്, ഒരു ഇയർ നമ്മൾ എടുക്കുകയാണ്. പോയിന്റ് T എന്ന് പറയുന്ന ഒരു ഇയറിൽ ഉള്ള ഒരു വ്യക്തി ഹു എക്സ്പെക്ട്സ് ടു ലിവ് ഫോർ NL ഇയേഴ്സ്. അദ്ദേഹം എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇത്ര വർഷം ജീവിക്കുമെന്നാണ്. ഇപ്പം 80 ഇയേഴ്സ് ജീവിക്കും, അല്ലെങ്കിൽ ഒരു എക്സ്പെക്റ്റേഷൻസ് ഉണ്ടാവുമല്ലോ. ആ എക്സ്പെക്റ്റേഷനാണ് NL കൊണ്ട് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത്. വർക്ക് ആൻഡ് ഏൺ ഇൻകം ഫോർ WL ഇയേഴ്സ്. അപ്പോൾ വർക്കിംഗ് ലൈഫാണ് WL എന്ന് പറയുന്നത്. അപ്പം 20ാമത്തെ വയസ്സിൽ ജോലി സ്റ്റാർട്ട് ചെയ്യുന്നു, 60ാമത്തെ വയസ്സിൽ റിട്ടയർ ചെയ്യുന്നു. അപ്പോൾ 20 to 60 അതാണ് WL ഇയേഴ്സ് എന്ന് പറയുന്നത്. വർക്കിംഗ് ലൈഫാണ് WL ഇയേഴ്സ്. ആൻഡ് ബി ഇൻ റിട്ടയർമെൻറ്റ് ഫോർ NL - WL ഇയേഴ്സ്. NL എന്ന് പറയുന്നത് ഫുള്ള് ലൈഫാണ്, ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. അതിൽ നിന്ന് നമ്മൾ വർക്ക് ചെയ്യുന്ന വർഷം കുറച്ച് കഴിയുമ്പോൾ നമ്മൾ എത്ര കാലം റിട്ടയർ ചെയ്തിരിക്കുമെന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പം NL എന്ന് പറയുന്നത് ഒരാൾ എത്ര കാലം ജീവിച്ചിരിക്കും, ലൈഫ് എക്സ്പെക്റ്റൻസി ആണ് NL എന്ന് പറയുന്നത്. WL എന്ന് പറയുന്നത് എത്ര കാലം വർക്ക് ചെയ്യും എന്നുള്ളതാണ് WL കൊണ്ട് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനി എത്ര കാലം റിട്ടയർ ചെയ്തിരിക്കും, അതെങ്ങനെയാണ്? NL - WL. നമ്മൾ അതിൻ്റെ ഡിഫറൻസ്, NLൻ്റെ WLൻ്റെ ഡിഫറൻസ് കണ്ടു കഴിയുമ്പോൾ എത്ര കാലം റിട്ടയർമെൻറ്റ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാകാനായിട്ട് സാധിക്കും. സോ ഗിവൺ അറ്റ് പോയിന്റ് T ഇൻ ഹിസ് ലൈഫ്, ഇയേഴ്സ് ഓഫ് വർക്കിംഗ് ഈസ് WL - T. ഇപ്പം ഒരു വ്യക്തി, ഇപ്പം നമ്മൾ കൺസംഷൻ പ്ലാൻ ചെയ്യുമ്പോൾ
40ാമത്തെ വയസ്സിലായിരിക്കും ഒരുപക്ഷെ ഒരാൾ കൺസംഷൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അയാളുടെ ടി എന്ന് പറയുന്നത് ആ ഒരു 40ാമത്തെ വയസ്സിനെയാണ് നമ്മൾ പോയിന്റ് ടി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം അവിടെ ഇയേഴ്സ് ഓഫ് വർക്കിംഗ് എന്ന് പറയുമ്പോൾ എന്താണ് WL - T. ഇനി അയാൾക്ക് ആകെപ്പാടെ 40 വയസ്സായെങ്കിൽ 60 വയസ്സ് വരെ വർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ ബാക്കിയുള്ള വർഷം മാത്രമേ വർക്കിംഗ് ഇയേഴ്സ് ആയിട്ടുള്ളൂ. അപ്പോൾ WL - T എന്ന് പറയുന്നതായിരിക്കും അയാളുടെ ഇയേഴ്സ് ഓഫ് വർക്കിംഗ്. ആ പോയിന്റ് ലൈഫ് ടൈമിൽ T എന്ന് പറയുന്ന പോയിന്റിന് ശേഷം അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി WL - T എന്ന് പറയുന്ന ഇയേഴ്സ് മാത്രമാണ്. ലൈഫ് ടൈം ഇൻകം ഓഫ് ലേബർ അറ്റ് പോയിന്റ് T is YL into WL - T. അപ്പം YL എന്ന് പറയുന്നത് ലേബർ ഇൻകമാണ്. ഒരു ആനുവൽ ഇൻകം അല്ലെങ്കിൽ ഒരു വർഷം ഒരു ആവറേജ് ആയിട്ട് അയാൾക്ക് കിട്ടുന്ന ഇൻകമാണ് YL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇദ്ദേഹം എത്ര വർഷമാണ് വർക്ക് ചെയ്യുന്നത്? WL - T. WL ഇയേഴ്സ് ആണ് വർക്ക് ചെയ്യുന്നത്. പക്ഷേ അയാൾ ഓൾറെഡി ഇപ്പോൾ T എന്ന് പറയുന്ന പോയിന്റിലാണ് നിൽക്കുന്നത്. അപ്പം WL - T ഇയേഴ്സും കൂടി അദ്ദേഹത്തിന് വർക്ക് ചെയ്യാനുണ്ട്. അദ്ദേഹത്തിന് ഒരു വർഷം കിട്ടുന്ന ആവറേജ് ഇൻകമാണ് YL. അപ്പോൾ YL ഇൻറ്റു WL - T ആണ് അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈം ഇൻകം ഫ്രം ലേബർ. അപ്പോൾ അദ്ദേഹം വർക്ക് ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ ലൈഫ് ടൈമിൽ കിട്ടുന്ന ഇൻകമാണ് YL ഇൻറ്റു WL - T എന്ന് പറയുന്നത്. Okay. Consumption over the individual's lifetime cannot exceed his lifetime income. അപ്പോൾ കൺസംഷൻ ഒരിക്കലും ലൈഫ് ടൈം ഇൻകത്തിനെക്കാട്ടിലും മേളിൽ പോകത്തില്ല. കൺസംഷൻ ഈക്വൽ ടു ഇൻകം. കൺസംഷൻ എപ്പോഴും ലൈഫ് ടൈം ഇൻകത്തിന് ഈക്വൽ ആയിരിക്കും. ഇൻകത്തെക്കാളിലും കൂടുതൽ ഒരാൾക്ക് കൺസ്യൂം ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. ഇൻകത്തെക്കാട്ടിലും കുറവ് ആളുകൾ കൺസ്യൂം ചെയ്യത്തില്ല. കാരണം എല്ലാവരും റാഷണലാണ്. അപ്പോൾ എപ്പോഴും ആളുകൾ ലൈഫ് ടൈം കൺസംഷൻ ഈക്വൽ ടു ലൈഫ് ടൈം ഇൻകം ഈ ഒരു ബേസിസിലായിരിക്കും പോകുന്നത്. Therefore, individual would prefer to distribute consumption over his ലൈഫ് ടൈം. അപ്പോൾ ഇൻഡിവിജ്വൽസ് എന്ത് ചെയ്യും? അവരുടെ കൺസംഷനെ ജീവിതകാലം മുഴുവൻ ഒരു ഈവൻ ഫ്ലോ ഓഫ് കൺസംഷൻ ആയിരിക്കും അവർ ആഗ്രഹിക്കുക. വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ കൺസ്യൂം ചെയ്യുക, റിട്ടയർ ചെയ്യുന്ന സമയത്ത് വളരെ കുറവ് കൺസ്യൂം ചെയ്യുക. അങ്ങനത്തെ ഒരു കൺസംഷൻ ആരും ആഗ്രഹിക്കത്തില്ല. ഒരു ഈവൻ കൺസംഷൻ ആയിരിക്കും ആളുകൾ ആഗ്രഹിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പീരീഡിലും ഈക്വൽ എമൗണ്ട് കൺസ്യൂം ചെയ്യണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പം ഇൻഡിവിജ്വൽസ് ഒരു ഈവൻ ഫ്ലോ ഓഫ് കൺസംഷനാണ് ആഗ്രഹിക്കുന്നത്. ദേ പ്രിഫർ rather than consuming a lot in one period and very little in another period, preferred profile is to consume exactly equal amount in each period. അപ്പോൾ ഓരോ പീരീഡിലും അല്ലെ ഓരോ വർഷവും ഈക്വൽ എമൗണ്ട് കൺസ്യൂം ചെയ്യണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ചില വർഷം കൂടുതൽ കൺസ്യൂം ചെയ്യുക, റിട്ടയർ ചെയ്ത് കഴിയുമ്പോൾ കുറച്ച് വർഷങ്ങൾ തീരെ കുറവ് കൺസ്യൂം ചെയ്യുക, അങ്ങനെ ഒരിക്കലും ആഗ്രഹിക്കത്തില്ല. എപ്പോഴും ഒരു സെയിം ലൈഫ് സ്റ്റാൻഡേർഡ് മെയിൻറ്റെയിൻ ചെയ്യാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ എല്ലാ പീരീഡിലും ഈക്വൽ എമൗണ്ട് കൺസ്യൂം ചെയ്യണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ലൈഫ് ടൈം ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. YL ഇൻറ്റു WL - T ആണ് നമ്മുടെ ലൈഫ് ടൈം ഇൻകം. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് പറയുന്നത് ലൈഫ് ടൈം ഇൻകവും ലൈഫ് ടൈം കൺസംഷനും ഈക്വൽ ആയിരിക്കും. പിന്നെ ഓരോ പീരീഡിലും എല്ലാ പീരീഡിലും ഈക്വൽ എമൗണ്ട് കൺസ്യൂം ചെയ്യാനാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. ഇനി നമുക്ക് ലൈഫ് ടൈം കൺസംഷൻ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. ഓൾറെഡി നമ്മൾ ലൈഫ് ടൈം ഇൻകം YL ഇൻറ്റു WL - T ആണെന്ന് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ലൈഫ് ടൈം കൺസംഷൻ കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പം നമ്മൾ മനസ്സിൽ വെക്കേണ്ട ഒരു കാര്യമുണ്ട്. കൺസംഷൻ എല്ലാ പീരീഡിലും ഈക്വൽ എമൗണ്ട് കൺസ്യൂം ചെയ്യണം എന്നാണ് ആളുകൾ ആഗ്രഹിക്കുന്നത്. അപ്പോൾ ആളുകളുടെ ആ ഒരു ഈക്വൽ എമൗണ്ട് അല്ലെങ്കിൽ ആ ഒരു പ്ലാൻഡ് കൺസംഷനെ നമ്മൾ C ആയിട്ട് കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, അപ്പം ഒരു പീരീഡിലുള്ള കൺസംഷനാണ് C എന്ന് പറയുന്നത്. ഈക്വൽ എമൗണ്ട് ആണ്. ഈ C എന്ന് പറയുന്നത് എല്ലാ പീരീഡിലും അയാൾ C തന്നെയാണ് കൺസ്യൂം ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. എത്ര വർഷം അയാൾ ജീവിക്കുന്നുണ്ട് അത് ഇൻറ്റു C നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ലൈഫ് ടൈം കൺസംഷൻ കിട്ടും. അപ്പോൾ C ആണ് ഒരു പീരീഡിലെ കൺസംഷൻ. എത്ര വർഷം ആൾ ജീവിക്കും? NL ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി. T എന്ന് പറയുന്ന പോയിന്റിലാണ്. 40ാമത്തെ വയസ്സിലാണെങ്കിൽ 40ാമത്തെ വയസ്സിൽ ആ ഒരു പോയിന്റാണ് T എന്ന് പറയുന്നത്. അപ്പോൾ NL - T അത് ഇനി അയാളുടെ റെസ്റ്റ് ഓഫ് ലൈഫ്
NL-T കൊണ്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പം C ഇൻറ്റു NL-T എന്ന് പറയുന്നതാണ് ലൈഫ് ടൈം കൺസംഷൻ എന്ന് പറയുന്നത്. ലൈഫ് ടൈം ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. ലൈഫ് ടൈം കൺസംഷന് C ഇൻറ്റു NL-T. NL എന്ന് പറയുന്നത് ലൈഫ് എക്സ്പെക്റ്റൻസിയാണ്. T എന്ന് പറയുന്നത് ഏത് പോയിന്റിലാണോ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ ഏത് പോയിന്റിലാണോ അദ്ദേഹം നിൽക്കുന്നത് ആ ഒരു പോയിന്റാണ് T. അപ്പോൾ NL-T കൊണ്ട് നമുക്ക് എന്താ, അദ്ദേഹത്തിന് ഇനിയും ജീവിക്കാനുള്ള വർഷങ്ങളാണ് NL-T. അയാൾ ആവറേജ് ആയിട്ട് ഒരു വർഷം കൺസ്യൂം ചെയ്യുന്നതാണ് C ഇൻറ്റു NL-T മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ, സിയും NL-Tയും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ ലൈഫ് ടൈം കൺസംഷൻ നമുക്ക് കിട്ടും. ഒരു പീരീഡിലെ ഇൻകമാണ് YL എന്ന് പറയുന്ന ആവറേജ് ഇൻകം. ഈ ഇൻകം എത്ര വർഷം ഇനി അയാൾക്ക് വർക്ക് ചെയ്യാനുണ്ട് എന്നുള്ളതാണ് WL-T കൊണ്ട് വ്യക്തമാക്കുന്നത്. അപ്പോൾ WL അയാളുടെ ടോട്ടൽ വർക്കിംഗ് ഇയേഴ്സ്, T എന്ന് പറയുന്നത് അദ്ദേഹം എത്ര പ്രായമുണ്ടോ ആ ഒരു ടൈമാണ് T കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ WL-T ഇൻറ്റു YL, ഒരു വർഷത്തെ അയാളുടെ ഒരു ആവറേജ് ഇൻകം, അത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ലൈഫ് ടൈം ഇൻകം കിട്ടും. അപ്പോൾ നമുക്കറിയാം ലൈഫ് ടൈം ഇൻകം വിൽ ബി ഓൾവേസ് ഈക്വൽ ടു ലൈഫ് ടൈം കൺസംഷൻ. അപ്പോൾ ഇൻകം എത്രയാണോ അതിനനുസരിച്ചാണ് ആളുകൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമുക്ക് ആ ഒരു ലൈഫ് ടൈം കൺസംഷൻ ഈക്വൽ ടു ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് നമ്മൾ ഇക്വേറ്റ് ചെയ്യുകയാണ്. ലൈഫ് ടൈം കൺസംഷനും ലൈഫ് ടൈം ഇൻകത്തെയും കൂടെ നമ്മൾ ഇക്വേറ്റ് ചെയ്യുന്നു. നമ്മുടെ ലൈഫ് ടൈം കൺസംഷൻ എന്താണ്? C ഇൻറ്റു NL-T, ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈഫ് ടൈം ഇൻകം YL ഇൻറ്റു WL-T. Now let us divide both sides by NL-T. ഈ NL-T എന്ന് പറയുന്ന ടേം കൊണ്ട് നമ്മൾ രണ്ട് സൈഡും ഡിവൈഡ് ചെയ്യുകയാണ്. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഡിവൈഡ് ചെയ്യാണ്. അല്ലെങ്കിൽ ഇത്രയും വിചാരിച്ചാൽ മതി, ഈ NL-Tനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. NL-Tനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ തീർച്ചയായിട്ടും ഡിനോമിനേറ്ററിലേക്ക് NL-T പോകും. സോ C, അവർ കൺസംഷൻ ഫംഗ്ഷൻ C ഈക്വൽ ടു WL-T ബൈ NL-T ഇൻറ്റു YL. So consumption equal to WL-T by NL-T into YL. WL-T by NL-T is a fraction that represent lifetime spent working. അപ്പം ജീവിതത്തിൻ്റെ എത്ര കൊല്ലം വർക്ക് ചെയ്തു അതിനെ കാണിക്കുന്ന ഒരു ഫ്രാക്ഷനാണ് WL-T by NL-T. അത് ഇൻറ്റു വർക്കിംഗ് ലൈഫിലുള്ള ഇൻകം YL ആണ് കൺസംഷൻ. സോ C ഈക്വൽ ടു WL-T ബൈ NL-T ഇൻറ്റു 100. WL-T ബൈ NL-T എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ ടോട്ടൽ ലൈഫിൻ്റെ എത്ര കൊല്ലം നമ്മൾ വർക്ക് ചെയ്തു ആ ഒരു ഫ്രാക്ഷൻ ഇൻറ്റു നമ്മുടെ ലേബർ ഇൻകം അത് രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് കൺസംഷൻ കിട്ടുക. ഓക്കെ, അപ്പോൾ നമ്മൾ ലേബർ ഇൻകം മാത്രമുള്ളപ്പോൾ നമ്മൾ എത്രത്തോളം നമ്മൾ കൺസ്യൂം ചെയ്യും, ഒരു ഇൻഡിവിജ്വൽ എത്ര കൺസ്യൂം ചെയ്യും എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു. C ഈക്വൽ ടു WL-T ബൈ NL-T ഇൻറ്റു YL. അപ്പോൾ ലേബർ ഇൻകം മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അസറ്റ് ഇല്ല, അല്ലെ, ഇൻഹറൻ്റ് ആയിട്ട് അയാൾക്ക് ഒന്നും കിട്ടിയിട്ടില്ല, അയാൾക്ക് അസറ്റ് 0 ആണ്. ആ ഒരു പോയിന്റിൽ ആളുടെ കൺസംഷൻ പ്ലാനാണ് C ഈക്വൽ ടു WL-T ബൈ NL-T ഇൻറ്റു 100. ഇത് നമുക്ക് കുറച്ചും കൂടി ഒന്ന് വ്യക്തമാകാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ യൂസ് ചെയ്ത് നമുക്കൊന്ന് നോക്കാം. സപ്പോസ് എ പേഴ്സൺ സ്റ്റാർട്ട്സ് വർക്കിംഗ് അറ്റ് ഏജ് 20. അപ്പം ഒരു വ്യക്തി വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏജ് 20യിലാണ് അയാൾ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ഏജ് 20. പ്ലാൻസ് ടു വർക്ക് ടിൽ 65. 65ാമത്തെ വയസ്സിലാണ് റിട്ടയർ ആവുന്നത്. 20ാം വയസ്സിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു, 65ാമത്തെ വയസ്സിൽ റിട്ടയർ ആവും. ആൻഡ് ഹി വിൽ ഡൈ അറ്റ് 80. അദ്ദേഹം ഒരു 80 വയസ്സൊക്കെ ആകുമ്പോൾ മരിക്കുമെന്ന് വിചാരിക്കുന്നു. സോ വർക്കിംഗ് ലൈഫ് WL എന്ന് പറയുന്നത് എത്രയാണ്? 65ാമത്തെ വയസ്സിൽ റിട്ടയർ ആവും, 20ാമത്തെ വയസ്സിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. 65 മൈനസ് 20 ആണ് WL എന്ന് പറയുന്നത്. വർക്കിംഗ് ലൈഫ് WL എന്ന് പറയുന്നത് 45 ഇയേഴ്സ് ആണ്. 65ാമത്തെ വയസ്സിൽ റിട്ടയർ ആകും, 20ാമത്തെ വയസ്സിൽ
ജോലിക്ക് കയറി. അപ്പം എത്ര വർഷം അയാൾ വർക്ക് ചെയ്യും? 65 മൈനസ് 20, 45 ഇയേഴ്സ് അയാൾ വർക്ക് ചെയ്യും. നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ലൈഫ്, അയാൾ എത്ര വർഷം ജീവിക്കുമെന്നുള്ളത് NL 60 ഇയേഴ്സ്, അതായത് 80 മൈനസ് 60, സോറി 80 മൈനസ് 20 ആണ്. $80 മൈനസ് 20 ഇയേഴ്സ് അയാൾ ജീവിക്കും. അതായത് 60 ഇയേഴ്സാണ് അയാളുടെ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ലൈഫ്. ഇതെന്തുകൊണ്ടാണ് ഇവിടെ 20 മൈനസ് ചെയ്യുന്നത്? ഇയാൾ 20ാമത്തെ വയസ്സിലാണ് ജോലി ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇവിടെ 20 നമ്മൾ മൈനസ് ചെയ്യുന്നത്. ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ പറയുന്നത് വർക്കിംഗ് ഏജ് സ്റ്റാർട്ട് ചെയ്യുന്നിടം തൊട്ടാണ് ഒരാളുടെ ഒരു ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 20 വയസ്സിന് മുമ്പ്, അതായത് വർക്ക് ചെയ്യുന്നതിന് മുമ്പ് അയാളെ സപ്പോർട്ട് ചെയ്യുന്നത് ഫാമിലിയാണ്. അപ്പോൾ വർക്കിംഗ് ഏജ് എപ്പോഴാണോ വർക്ക് ചെയ്യുന്നത് ആ ഒരു സമയം, ആ 20ാമത്തെ വയസ്സിൽ നമ്മൾ ഫസ്റ്റ് ഇയർ ഓഫ് വർക്കിംഗ് എന്ന് പറഞ്ഞ് ഒരു വർഷം അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരാളുടെ ലൈഫിൻ്റെ ഫസ്റ്റ് ഇയർ അവിടെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്നാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഒരാളുടെ ലൈഫ് ടൈം എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്? 80 വയസ്സ് വരെ ജീവിക്കുമെന്നുണ്ടെങ്കിൽ 20ാമത്തെ വയസ്സിലാണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ 80 മൈനസ് 20 അതാണ് അയാൾ അധ്വാനിച്ച് ജീവിക്കുന്ന വർഷങ്ങൾ. 60 ഇയേഴ്സാണ് അയാളുടെ NL അല്ലെങ്കിൽ ലൈഫ് ടൈം എന്ന് പറയുന്നത്. അപ്പോൾ ലൈഫ് ടൈം എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എത്രയാണോ അയാൾ ലൈഫ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ജീവിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അതേ മൈനസ് എന്നാണോ അയാൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. 20 ഇയേഴ്സാണ് വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 20 ഇയേഴ്സാണ്. അപ്പോൾ ലൈഫ് എക്സ്പെക്റ്റൻസി മൈനസ് അയാൾ എന്നാണോ വർക്ക് സ്റ്റാർട്ട് ചെയ്തത് അതാണ് അയാളുടെ NL അല്ലെങ്കിൽ നമ്പർ ഓഫ് ഇയേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ NL എന്ന് പറയുന്നത് 60 ആണ്. 80 മൈനസ് 20, 80 ഇയേഴ്സിൽ അയാൾ മരിക്കുമെന്ന് എക്സ്പെക്റ്റ് ചെയ്യുന്നു. 20ാമത്തെ വയസ്സിലാണ് അയാൾ വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 20ാമത്തെ വയസ്സ് ഒരാൾക്ക് ഒരു ജോലി കിട്ടി സാലറി ആയി കഴിഞ്ഞിട്ടല്ലേ അയാളുടെ കൺസംഷൻ പ്ലാൻ ചെയ്തിട്ടുള്ളൂ. അപ്പം 20ാമത്തെ വയസ്സിൽ ഇയാൾക്ക് ജോലി കിട്ടുന്നു. അപ്പോൾ ഈ 20ാമത്തെ വയസ്സെന്ന് പറയുന്നത് ഫസ്റ്റ് ഇയർ ഓഫ് വർക്കിംഗ് ലൈഫാണ്. അപ്പോൾ ആ ഒരു 20 തൊട്ടാണ് അയാളുടെ ലൈഫ് ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ആളുകളുടെ ഇൻഫൻറ്റ് സ്റ്റേജ് ഒന്നും ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പം 20ാമത്തെ വയസ്സ് 20 തൊട്ട് 1, 2 എന്ന് പറഞ്ഞെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അപ്പം 20 നമ്മൾ എന്തായാലും മൈനസ് ചെയ്യണം. ലൈഫ് എക്സ്പെക്റ്റൻസി 80 ആണ്, അതിൽ നിന്ന് നമ്മൾ 20 കുറയ്ക്കുന്നു. അപ്പം ടോട്ടൽ ഇയേഴ്സ് ഓഫ് ലൈഫ് എന്ന് പറയുന്നത് 60 ഇയേഴ്സാണ്. നൗ നമ്മൾ ആദ്യത്തെ ആ ഒരു സെൻറ്റൻസ്, സപ്പോസ് എ പേഴ്സൺ ഹൂ ഈസ് അറ്റ് ഏജ് ഓഫ് 40. അപ്പം ആളുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്? 40 ആണ്. 20ാമത്തെ വയസ്സിൽ അയാൾ ജോലി തുടങ്ങി, പക്ഷേ അയാളുടെ ഇപ്പോഴത്തെ ഏജ് എത്രയാണ്? 40 ആണ്. 40 ഇയേഴ്സ് ഏജ് എന്ന് പറയുമ്പോൾ 20th ഇയർ ഓഫ് വർക്കിംഗ് ലൈഫാണ് അല്ലേ? 20ാമത്തെ വയസ്സിൽ അയാൾ ജോലി സ്റ്റാർട്ട് ചെയ്തു, അയാൾക്ക് ഇപ്പം 40 വയസ്സായി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. T എന്ന് പറയുന്നത് 20 ആണ്. നമ്മൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ എന്നാണോ അന്ന് തൊട്ടാണ് ലൈഫ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ. അപ്പം 40 വയസ്സുള്ള വ്യക്തി അയാളുടെ 20ാമത്തെ വർക്കിംഗ് ഇയറിലാണ് അയാൾ നിൽക്കുന്നത്. 20 വർഷമാണ് അയാൾ ജോലി ചെയ്യുന്നത്. അപ്പോൾ അയാൾക്ക് T എന്ന് പറയുന്നത് നമ്മൾ 20 കൺസിഡർ ചെയ്യുന്നത്. ആനുവൽ ഇൻകം YL ഇസ് 20,000. അപ്പം ആനുവൽ ഇൻകം, ഒരു വർഷത്തെ ഇൻകം YL എന്ന് പറയുന്നത് 20,000 ആണ്. നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് ലൈഫ് ടൈം ഇൻകം ഓഫ് ദാറ്റ് പെർട്ടിക്കുലർ പേഴ്സൺ. അപ്പോൾ 40 വയസ്സുള്ള ഈ വ്യക്തിയുടെ ലൈഫ് ടൈം ഇൻകം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ലൈഫ് ടൈം ഇൻകം അതിൻ്റെ ഇക്വേഷൻ നമ്മൾ കണ്ടായിരുന്നു. എന്താണ് ലൈഫ് ടൈം ഇൻകത്തിൻ്റെ ഇക്വേഷൻ? ഇതാണ്, YL ഇൻറ്റു WL മൈനസ് T. YL ഇൻറ്റു WL മൈനസ് T ആണ് ലൈഫ് ടൈം ഇൻകത്തിൻ്റെ ഇക്വേഷൻ. YL എന്ന് പറയുന്നത് ഇവിടെ 20,000 ആണ്.
20,000 ആണ്. 20,000 ഇൻറ്റു WL, എത്ര വർഷമാണ് അയാൾ വർക്ക് ചെയ്യുന്നത്? 45 years ആണ് വർക്കിംഗ് ലൈഫ്. 45 മൈനസ് ടി, അയാൾ 20ാമത്തെ വർക്കിംഗ് ലൈഫിൻ്റെ 20ാമത്തെ വർഷമാണ്, 40 വയസ്സായി. അപ്പം 20 കൊണ്ട് നമ്മൾ മൈനസ് ചെയ്യുന്നു. 45 മൈനസ് 20. സോ 20,000 ഇൻറ്റു 45 മൈനസ് 20, ദാറ്റ് മീൻസ് 5 lakh. അയാളുടെ ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്നത് 5 lakh ആണ്. Okay, so a person receives a total of 5 lakh over his working life. Now the consumer or the individual want to spend his consumption evenly. അല്ലെങ്കിൽ ഈ ഒരു ഇൻകത്തെ ഇൻഡിവിജ്വലിന് വളരെ ഈവനായിട്ട് സ്പെൻഡ് ചെയ്യണം. അപ്പം ഓരോ വർഷവും ഈക്വലായിട്ട് കൺസ്യൂം ചെയ്യാവുന്ന രീതിയിൽ കൺസംഷൻ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. അപ്പം C ഈക്വൽ ടു, നമ്മൾ ഓൾറെഡി ഇക്വേഷൻ കണ്ടുപിടിച്ചായിരുന്നു. C ഈക്വൽ ടു WL മൈനസ് ടി ബൈ NL മൈനസ് ടി ഇൻറ്റു YL. C എന്ന് പറയുന്നത് എന്താണ്? ഒരു പീരീഡിൽ അയാൾക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന ഇൻകമാണ് C എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വർഷം എത്ര ഇൻകം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് C കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ C എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? WL മൈനസ് ടി ബൈ NL മൈനസ് ടി ഇൻറ്റു YL. അപ്പോൾ ഹിയർ C ഈക്വൽ ടു WL മൈനസ് ടി ബൈ NL മൈനസ് ടി ഇൻറ്റു YL. നമ്മളിവിടെ WL മൈനസ് ടി ഇൻറ്റു YL കണ്ടുപിടിച്ചിട്ടുണ്ട് 5 lakh. ഈ ന്യൂമറേറ്റർ എന്ന് പറയുന്നത് എന്താണ്? 5 lakh ആണ്. ബൈ NL മൈനസ് ടി, NL 60 ആണ്. NL മൈനസ് ടി എന്ന് പറയുമ്പോൾ 60 മൈനസ് 20 40. 5 lakh ബൈ 40 12,500. അപ്പോൾ 12,500 ഓരോ വർഷവും 12,500 ആണ് ഒരാൾ സ്പെൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ 20,000 രൂപ ലേബർ ഇൻകം, ആനുവൽ ലേബർ ഇൻകം ഉള്ള വ്യക്തി, 40 വയസ്സായുള്ള വ്യക്തി, ആൾ 80 വർഷമാണ് ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ അയാൾ ഒരു വർഷം സ്പെൻഡ് ചെയ്യേണ്ട കൺസംഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സ്പെൻഡ് ചെയ്യേണ്ട ഇൻകം, അയാൾ എത്രത്തോളം കൺസ്യൂം ചെയ്യണം? 20,000 രൂപയിൽ 12,500 രൂപ മാത്രമേ സ്പെൻഡ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇതാണ് കൺസംഷൻ പ്ലാനിങ്. ഓക്കെ, നൗ C ഈക്വൽ ടു WL മൈനസ് ടി ബൈ NL മൈനസ് ടി ഇൻറ്റു YL. ഇവിടെ നമുക്ക് ഈ ഒരു ഫ്രാക്ഷൻ എത്രയാണെന്ന് നമുക്ക് നോക്കാം. WL മൈനസ് ടി ബൈ NL മൈനസ് ടി നമുക്ക് എത്ര? 45 മൈനസ് 20 ബൈ 60 മൈനസ് 20 ഇൻറ്റു 20,000. അപ്പോൾ നമ്മുടെ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് 0.625 ആണ്. അപ്പം C ഈക്വൽ ടു WL മൈനസ് ടി ബൈ NL മൈനസ് ടി. ഈ ഒരു ഫ്രാക്ഷൻ നമ്മൾ അതിൻ്റെ വാല്യൂ എത്ര നമ്മൾ കൺസിഡർ ചെയ്യാണ്? 0.625 ആണ് ഫ്രാക്ഷൻ. അപ്പം ലേബർ ഇൻകത്തിൻ്റെ 0.625 ആണ് ഒരു വ്യക്തി ഒരു വർഷം സ്പെൻഡ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം കൺസ്യൂം ചെയ്യേണ്ടത്, കൺസംഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വർഷത്തെ കൺസംഷൻ, ഒരു പീരീഡിലെ കൺസംഷൻ എന്ന് പറയുന്നത് ലേബർ ഇൻകത്തിൻ്റെ 0.625 ആണ് കൺസ്യൂം ചെയ്യേണ്ടത്. Now let us move on to graphical representation of consumption function. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിൻ്റെ കൺസംഷൻ ഫംഗ്ഷൻ്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ് നമ്മൾ നടത്താൻ പോകുന്നത്. സോ ഹിയർ YL ഇസ് ദ ലേബർ ഇൻകം. YL ആണ് ലേബർ ഇൻകം. അപ്പം OYL ലേബർ ഇൻകം ഇത്രയാണ്. ദെൻ വെൽത്ത് WR, YL തൊട്ട് WR വരെ വെൽത്ത്. പക്ഷെ നമ്മൾ വെൽത്ത് ഇനീഷ്യലി നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. നമ്മൾ ഇൻകം മാത്രം, ലേബർ ഇൻകം മാത്രമാണ് കൺസിഡർ ചെയ്യുന്നത്. സോ OYL ആണ് നമ്മുടെ ലേബർ ഇൻകം, അതായത് ആനുവൽ ലേബർ ഇൻകം. എത്രമാത്രം നമ്മൾ ഇൻകം നമുക്ക് കിട്ടുമെന്നുള്ളത് നമ്മളെങ്ങനെ കൺസിഡർ ചെയ്യുക? YL ഇൻറ്റു WL. WL ആണ് വർക്ക് ചെയ്യുന്ന വർഷങ്ങൾ. അപ്പം വർക്ക് ചെയ്യുന്ന വർഷങ്ങൾ ഇൻറ്റു ആനുവൽ ഇൻകം, ഒരു വർഷത്തെ ഇൻകം മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു റെക്റ്റാങ്കിൾ കിട്ടും. ഈ റെക്റ്റാങ്കിൾ ഉള്ളതാണ്
നമ്മുടെ ടോട്ടൽ ഇൻകം, ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്നത് YL ഇൻറ്റു WL. ഇതാണ് നമ്മുടെ ഈ ഒരു റെക്റ്റാങ്കിളാണ് നമ്മുടെ ടോട്ടൽ ഇൻകം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്നത്. ഇനി നമുക്ക് ലൈഫ് ടൈം കൺസംഷൻ നോക്കണം. എത്ര നമ്മൾ കൺസ്യൂം ചെയ്യും എന്ന് നമ്മൾ നോക്കാം. അപ്പോൾ കൺസംഷൻ C, ഒരു പീരീഡിലെ കൺസംഷൻ C ആണ്. ഒരു വർഷത്തെ ഇൻകം YL, ഒരു വർഷത്തെ കൺസംഷൻ OC ആണ്. എത്ര വർഷം നമ്മൾ ഈ ഒരു കൺസംഷൻ നമ്മൾ മുമ്പോട്ട് കൊണ്ടുപോകണം? നമ്മൾ ജീവിക്കുന്ന അത്രയും വർഷം, അതായത് NL ഇയേഴ്സ് നമ്മൾ കൺസ്യൂം ചെയ്യണം. NL ആണ് ലൈഫ് എക്സ്പെക്റ്റൻസി. NL ഇയേഴ്സ് നമ്മൾ C എന്ന് പറയുന്ന ആ ഒരു കൺസംഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു റെക്റ്റാങ്കിളാണ് നമ്മുടെ കൺസംഷൻ. ഈ ഒരു വലിയ റെക്റ്റാങ്കിൾ നമ്മുടെ കൺസംഷൻ, ഈ ഒരു വലിയ അതിൻ്റെ മുകളിലോട്ടും കൂടെ ഉള്ള ഒരു റെക്റ്റാങ്കിൾ, ഈ OYL BNL എന്ന് WL എന്ന് പറയുന്നത് നമ്മുടെ ഇൻകം, ലൈഫ് ടൈം ഇൻകം. ലൈഫ് ടൈം ഇൻകം ഈക്വൽ ടു ലൈഫ് ടൈം കൺസംഷൻ. എങ്ങനെയാണ് ലൈഫ് ടൈം ഇൻകം ഈക്വൽ ടു ലൈഫ് ടൈം കൺസംഷൻ ആകുന്നത്? റിട്ടയർമെൻറ്റ് ഏജ്, അതായത് വർക്ക് ചെയ്യുന്നത് WL, ജീവിക്കുന്നത് NL. അപ്പോൾ ഈ ഒരു ഇത്രയും വർഷങ്ങൾ എന്താ? റിട്ടയർമെൻറ്റാണ്. റിട്ടയർമെൻറ്റ് ഏജിൽ നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് സേവ് ചെയ്തിട്ടുണ്ട്. ആ സേവിങ്സ് ഡിസേവ് ചെയ്യുന്ന സമയമാണ് റിട്ടയർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തോരാണ് നമ്മൾ സേവ് ചെയ്യുന്നത്? ഇത്രയാണ് നമ്മുടെ ഇൻകം. ഇത്രയും വർഷം നമ്മൾ WL വരെയുള്ള വർഷം നമ്മൾ വർക്ക് ചെയ്തിട്ട് നമുക്ക് കിട്ടുന്ന ഇൻകമാണ്, ഇത്രയാണ് നമുക്ക് കിട്ടുന്ന ഇൻകം. ഇതിൽ നമുക്ക് ഈ ഒരു ചെറിയ റെക്റ്റാങ്കിൾ മാത്രമാണ് നമുക്ക് സ്പെൻഡ് ചെയ്യാനായിട്ടുള്ളത്. ബാക്കി ഈ ഒരു റോസ് കളറിലെ ഷെയ്ഡ് കാണുന്നത് സേവിങ്സ് ആണ്. അപ്പോൾ ഈ വർക്കിംഗ് ഏജിൽ നമ്മൾ സേവ് ചെയ്യുന്ന സേവിങ്സിനെ നമ്മൾ റിട്ടയർമെൻറ്റ് ഏജിൽ, ഈ WL തൊട്ട് NL വരെയുള്ള ഈ ഒരു ഗ്രീൻ കളറിലെ ബോക്സിൽ ഈ ഒരു സമയത്ത് നമ്മൾ സ്പെൻഡ് ചെയ്യും. അപ്പം വർക്കിംഗ് ഏജിൽ നമ്മൾ എന്താണോ സേവ് ചെയ്യുന്നത്, അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് ഒന്നും കിട്ടുന്നില്ലെന്നാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ആ സേവിങ്സിനെ നമ്മൾ അതേപോലെ നമ്മൾ റിട്ടയർമെൻറ്റ് ഏജിൽ സ്പെൻഡ് ചെയ്യുന്നു എന്നാണ് ഈ ഒരു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ പറയുക. ഓക്കെ, അപ്പോൾ വെൽത്തിനെ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ജസ്റ്റ് ലേബർ ഇൻകത്തെ മാത്രമേ കൺസിഡർ ചെയ്യുന്നുള്ളൂ. വെൽത്ത് 0 ആണെന്നുണ്ടെങ്കിൽ സേവിങ്സ് അതേപോലെ റിട്ടയർമെൻറ്റ് ഏജിൽ, വർക്കിംഗ് ഏജിലെ സേവിങ്സ് അതേപോലെ റിട്ടയർമെൻറ്റ് ഏജിൽ ആളുകൾ ഡിസേവ് ചെയ്യും എന്നാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ പറയുന്നത്. ഓക്കെ, അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ വെൽത്ത് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഓരോ പീരീഡിലും കൺസംഷൻ, പ്ലാൻഡ് കൺസംഷൻ എന്ന് പറയുന്നത് C ഈക്വൽ ടു WL മൈനസ് T ബൈ NL മൈനസ് T ഇൻറ്റു YL. Now let us introduce wealth into the equation. നമ്മൾ ഇനി വെൽത്ത്, ഈ ഇക്വേഷനിലേക്ക് വെൽത്ത് കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. നമ്മുടെ ഇക്വേഷൻ എന്താണ്? CNL മൈനസ് T ഈക്വൽ ടു YL ഇൻറ്റു WL മൈനസ് T എന്നുള്ളതാണ് നമ്മുടെ ഇക്വേഷൻ. ഈ ഒരു ഇക്വേഷൻ്റെ അകത്തോട്ട് നമ്മൾ വെൽത്തും കൂടി ആഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നമ്മൾ ലേബർ ഇൻകം മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ, നമ്മളിനി വെൽത്തും കൂടി ആഡ് ചെയ്യുകയാണ്. അതായത് C ഇൻറ്റു NL മൈനസ് T പ്ലസ് WL മൈനസ് T ഇൻറ്റു YLൻ്റെ അകത്തോട്ട് നമ്മൾ WR എന്ന് പറയുന്ന വെൽത്തിനെയും കൂടി നമ്മൾ ആഡ് ചെയ്യുന്നു. സോ അവർ ഇക്വേഷൻ ടേൺസ് ഇൻറ്റു C ഇൻറ്റു NL മൈനസ് T ഈക്വൽ ടു WR പ്ലസ് WL മൈനസ് T ഇൻറ്റു YL. Okay. Now we have to divide both sides with NL minus T. ഇപ്പോൾ NL മൈനസ് ടീനെ കൊണ്ട് നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡും ലെഫ്റ്റ് ഹാൻഡ് സൈഡും നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. അല്ലെങ്കിൽ ഈ NL മൈനസ് ടി ലെഫ്റ്റ് ഹാൻഡ് സൈഡ് കിടക്കുന്ന NL മൈനസ് ടീനെ നമ്മൾ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് കൊണ്ടുവരുന്നു. അപ്പോൾ our equation turns to C equal to 1 by NL minus T by into WR plus WL minus T by NL minus T into YL. അപ്പോൾ നമ്മുടെ ഇക്വേഷൻ, നമ്മൾ ഈ NL മൈനസ് ടീനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ
1 by NL minus T into WR plus WL minus T by NL minus T into YL. നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ ചേഞ്ച് ചെയ്യും. ഇനി നമുക്ക് ഈ ഫ്രാക്ഷൻസ് നമുക്കറിയാം, രണ്ട് ഫ്രാക്ഷൻസ് നമുക്ക് കിട്ടി. 1 by NL minus T എന്നൊരു ഫ്രാക്ഷനും WL minus T by NL minus T എന്ന് പറയുന്ന രണ്ടാമത്തെ ഒരു ഫ്രാക്ഷനും. ഈ രണ്ട് ഫ്രാക്ഷനെ നമ്മൾ റീനെയിം ചെയ്യാൻ പോവുകയാണ്. Let us rename 1 by NL minus T as A and WL minus T by NL minus T as C. So our consumption function changes to C equal to AWR plus CYL. Here A is 1 by NL minus T and C is WL minus T by NL minus T. അപ്പോൾ നമ്മുടെ കൺസംഷൻ ഫംഗ്ഷൻ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിലെ കൺസംഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് C ഈക്വൽ ടു AWR പ്ലസ് CYL. അപ്പോൾ നമ്മൾ വെൽത്തും കൂടി നമ്മൾ ഇക്വേഷനിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ വെൽത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്ന വെൽത്ത് നമ്മൾ എത്രത്തോളം സ്പെൻഡ് ചെയ്യുന്നു, ആ വെൽത്തിൻ്റെ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ ആണ് 1 by NL minus T. ലേബർ ഇൻകത്തിൽ നിന്നുള്ള മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസംഷൻ ആണ് WL minus T by NL minus T. ഇനി നമുക്ക് കുറച്ചും കൂടി ഒന്ന് മനസ്സിലാകാനായിട്ട് നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇൻ ദി എക്സാമ്പിൾ ഓക്കെ, നമ്മൾ പ്രീവിയസ് യൂസ് ചെയ്ത എക്സാമ്പിളിൽ തന്നെ കുറച്ചും കൂടി ഒന്ന് ഡെവലപ്പ് ചെയ്യുന്നതേ ഉള്ളൂ. We were considering a person starting to work at age of 20 and will retire at 25 and will die at 80. അപ്പം 20 വയസ്സിൽ ജോലി സ്റ്റാർട്ട് ചെയ്ത് 65 വയസ്സിൽ റിട്ടയർ ചെയ്യുകയും 80 വയസ്സിൽ മരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിനെയാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. അപ്പോൾ അയാളുടെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത് എത്രയാണ്? എത്ര വർഷം അയാൾ വർക്ക് ചെയ്യും? 65 വയസ്സിൽ റിട്ടയർ ആവും, 20 വയസ്സിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ 45 വയസ്സ് ഇയേഴ്സ് അയാൾ വർക്ക് ചെയ്യും. അപ്പോൾ WL is 45. നൗ NL എത്ര വർഷം അയാൾ ജീവിക്കും? നമ്മൾ പറഞ്ഞു 20 വയസ്സിലാണ് വർക്ക് സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ഇയർ 1 20 തൊട്ടാണ് ഒരു വർഷം കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. 20 വയസ്സ് തൊട്ടേ വർഷങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യപ്പെടുത്തുള്ളൂ. അതിന് മുമ്പത്തെ വർഷങ്ങളൊന്നും നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. കാരണം പേരൻസിൻ്റെ ഇൻകത്തിനനുസരിച്ചായിരിക്കും ജീവിക്കുക. അപ്പം 20 വയസ്സിൽ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ 20 വയസ്സിനെ ഫസ്റ്റ് ഇയർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. 1 വയസ്സായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം എത്ര വയസ്സ് അയാൾ ജീവിക്കും? അയാളുടെ സ്വന്തം കാലിൽ എത്ര വർഷങ്ങളിൽ അയാൾ ജീവിക്കും? 80 അയാളുടെ ലൈഫ് എക്സ്പെക്റ്റൻസി. 20 വയസ്സിലാണ് അയാൾ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത്. അപ്പം 60 വർഷം അയാളുടെ സ്വന്തം കാലിൽ ജീവിക്കണം. So NL is 60 years. We also assume YL as 20,000. അപ്പോൾ നമ്മൾ ഓൾറെഡി കഴിഞ്ഞ പ്രോബ്ലത്തിൽ നമ്മൾ ഒരു ആനുവൽ ഇൻകം എന്ന് പറയുന്നത് 20,000 ആയിട്ടാണ് കൺസിഡർ ചെയ്തത്. ഇവിടെയും ആനുവൽ ഇൻകം 20,000 ആണ്. നൗ സപ്പോസ് എ പേഴ്സൺ ഇസ് 40 years old. ആൾ എത്ര വയസ്സായി? 40 വയസ്സായി. അപ്പോൾ T എന്ന് പറയുന്നത് എത്രയാണ്? 40 years ആയി, വ്യക്തിക്ക് 40 years ആയി. ഇപ്പോൾ T എന്ന് പറയുന്നത് 20 ആണ്. കാരണം 20 ഏജിലാണ് അയാൾ വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തത്. അയാൾക്കിപ്പോൾ 40 വയസ്സായി എന്ന് പറഞ്ഞാൽ അയാൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. അപ്പോൾ അയാളുടെ T ഏത് പോയിന്റിലാണ്? T എന്ന് പറയുന്ന ആ പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്നത് 20th ഇയർ ഓഫ് വർക്കിംഗ് ലൈഫാണ്. അപ്പം T ഈസ് 20. നൗ calculate MPC out of wealth and income using the above equation. So നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷൻ വെച്ചിട്ട് നമ്മൾ വെൽത്തിൽ നിന്നും അതുപോലെ തന്നെ ലേബർ ഇൻകത്തിൽ നിന്നുള്ള MPC ആണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ MPC എന്താണ്? വെൽത്തിൽ നിന്ന് കിട്ടുന്ന MPC A ആണ്, 1 by NL minus T. ലേബർ ഇൻകത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന MPC എന്ന് പറയുന്നത് C ആണ്, WL minus T by NL minus T. അപ്പോൾ നമ്മൾ വെൽത്തിൽ നിന്ന് അയാൾ ഡെറൈവ് ചെയ്യുന്ന MPC കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ 1 by NL minus T നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പോൾ 1 by NL minus T NL എന്ന് പറയുന്നത് 60 ആണ്.
60 ഇയേഴ്സാണ് അയാൾ സ്വന്തം കാലിൽ ജീവിക്കുന്നത്, -20. ടി എന്ന് പറയുന്നത് അയാൾക്ക് 40 വയസ്സായി, അതായത് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് 20 വർഷമായി. അപ്പോൾ 60 മൈനസ് ടി, 60 മൈനസ് 20 വിൽ ഗെറ്റ് 0.025. നൗ സി എന്ന് പറയുന്നത് എന്താണ്? MPC ഔട്ട് ഓഫ് ലേബർ ഇൻകം. ലേബർ ഇൻകത്തിൽ നിന്ന് അയാൾ എത്രത്തോളം അയാൾ സ്പെൻഡ് ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്നു. WL മൈനസ് ടി ബൈ NL മൈനസ് ടി. WL എന്ന് പറയുന്നത് 45 ഇയേഴ്സാണ്, 45 വർഷമാണ് അയാൾ വർക്ക് ചെയ്യാൻ, അയാളുടെ വർക്കിംഗ് ലൈഫ് എന്ന് പറയുന്നത്. അപ്പം ടി അയാൾ 20ാമത്തെ വർക്കിംഗ് ലൈഫിലാണ്. സോ 45 മൈനസ് 20. NL എന്ന് പറയുന്നത് അയാളുടെ ലൈഫ് ടൈമാണ്, 60 മൈനസ് ടി എന്ന് പറയുന്നത് 20 ഇയേഴ്സ് ഓഫ് വർക്കിംഗ് ലൈഫാണ്, അയാളുടെ 20ാമത്തെ വർക്കിംഗ് ലൈഫിലാണ്. അപ്പോൾ 60 മൈനസ് 20. ഈ ഫ്രാക്ഷൻ നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ വിൽ ഗെറ്റ് 0.625. അപ്പം MPC ഔട്ട് ഓഫ് വെൽത്ത് ഇസ് 0.025 ആൻഡ് MPC ഔട്ട് ഓഫ് ലേബർ ഇൻകം ഇസ് 0.625. Now suppose ഇൻഡിവിജ്വൽസ് വെൽത്ത് ഇസ് ₹20,000. അപ്പോൾ നമ്മൾ ഇതുവരെ ലേബർ ഇൻകം മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. കഴിഞ്ഞ ആ ഒരു പ്രോബ്ലത്തിന് നമ്മൾ ലേബർ ഇൻകം മാത്രമേ കൺസിഡർ ചെയ്തുള്ളൂ. ഇനി നമ്മൾ വെൽത്തും കൂടെ കൺസിഡർ ചെയ്യാണ്. സപ്പോസ് ഒരു വ്യക്തിക്ക് 20,000 രൂപയാണ് വെൽത്ത് എന്ന് വിചാരിക്കുക. അപ്പോൾ ഈ ഒരു വെൽത്തിനെയും കൂടി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മുടെ ഇക്വേഷൻ എന്താണ്? AWR പ്ലസ് CYL ആണ്. AWR പ്ലസ് CYL ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പോൾ A എന്ന് പറയുന്നത് 0.625, WR നമുക്ക് എത്ര വെൽത്താണുള്ളത്? 20,000 ആണ് വെൽത്ത് ഉള്ളത്. C MPC ഔട്ട് ഓഫ് ലേബർ ഇൻകം 0.625 ആണ്. C എന്ന് പറയുന്നത് 0.625 ആണ്. ഇനി ലേബർ ഇൻകം എന്തോരം ഉണ്ട്? 20,000. അത് നമ്മൾ ക്വസ്റ്റനിൽ കൺസിഡർ ചെയ്തിട്ടുണ്ട്. YL എന്ന് പറയുന്നത് 20,000 ആണ്. സോ C ഈക്വൽ ടു AWR പ്ലസ് CYL. നമ്മൾ സോൾവ് ചെയ്യുമ്പോൾ 500 പ്ലസ് 12,000, അതായത് വെൽത്തിൽ നിന്ന് 20,000 ആണ് നമ്മുടെ വെൽത്ത്. അതിൽ 500 രൂപ നമ്മൾ എല്ലാ വർഷവും സ്പെൻഡ് ചെയ്യും. ലേബർ ഇൻകം 20,000 ആണ്. ആ ലേബർ ഇൻകത്തിന് 12,500 സ്പെൻഡ് ചെയ്യും. അപ്പോൾ 13,000 ആണ് 40 വയസ്സുള്ള വ്യക്തിയുടെ, ആ ഒരു പെർട്ടിക്കുലർ വ്യക്തിയുടെ ഒരു വർഷത്തെ കൺസംഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം 40ാമത്തെ വയസ്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ MPC ഔട്ട് ഓഫ് വെൽത്ത് ഈസ് ഓൺലി 0.025 ആൻഡ് MPC ഔട്ട് ഓഫ് ലേബർ ഇൻകം ഈസ് 0.625. അപ്പം 40ാമത്തെ വയസ്സിൽ അയാൾക്ക് ഇനിയും 80 വർഷം, ഇനിയും 80 വയസ്സ് വരെ അയാൾക്ക് ജീവിക്കാനുണ്ട്. അയാൾ 40ാമത്തെ വയസ്സ് വരെ എത്തിയിട്ടുള്ളൂ. ഇനിയും അയാൾക്കൊരു 20 എത്ര കൊല്ലം കൂടെ ഉണ്ട്? 5 കൊല്ലം കൂടെ വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ വർക്ക് ചെയ്യുന്ന സമയത്ത് 25 വർഷം കൂടെ അയാൾക്ക് ഇനിയും വർക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അയാൾക്ക് കൂടുതൽ സമയം വർക്ക് ചെയ്യാനായിട്ടുണ്ട്. അപ്പോൾ ഈ വർക്ക് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ലേബർ ഇൻകമാണ് സ്പെൻഡ് ചെയ്യുന്നത്. റിട്ടയർ ആയി കഴിയുമ്പോൾ, അല്ലെങ്കിൽ ആ ഒരു ജീവിതം അവസാനിക്കുന്ന സ്റ്റേജിലേക്ക് എത്തുമ്പോൾ ആളുകൾ കൂടുതൽ വെൽത്തിൽ നിന്നായിരിക്കും സ്പെൻഡ് ചെയ്യുക. അപ്പോൾ ഇയാൾക്ക് 40 വയസ്സായതേ ഉള്ളൂ. ഇയാളുടെ വർക്കിംഗ് ലൈഫിൻ്റെ വെറും 20th ഇയറിൽ ഇയാൾ എത്തിയിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഇയാളുടെ ലേബർ ഇൻകത്തിൽ നിന്നുള്ള MPC ആണ് കൂടുതൽ. അതേസമയം വെൽത്തിൽ നിന്നുള്ള MPC കുറവാണ്. വെൽത്തിൽ നിന്നുള്ള MPC അയാൾ അധികം ചിലവാക്കുന്നില്ല. കാരണം റിട്ടയർമെൻറ്റ് ലൈഫിൽ സ്പെൻഡ് ചെയ്യാനായിട്ട് വെൽത്ത് സേവ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പം ഒരു വ്യക്തി അയാളുടെ ലൈഫിൻ്റെ ഏത് സ്റ്റേജിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ച് Aയും Cയും ചേഞ്ച് ചെയ്യും. അപ്പം ലൈഫിൻ്റെ ഇനീഷ്യൽ സ്റ്റേജസിലാണെങ്കിൽ MPC ഔട്ട് ഓഫ് ലേബർ ഇൻകം വിൽ ബി ഹയർ ദാൻ MPC ഔട്ട് ഓഫ് വെൽത്ത്. And when he approaches to the end of his life, MPC out of wealth will be greater than MPC out of labor income. Let us move on to inferences of life cycle hypothesis. First inference, it is important to recognize from the equation that marginal propensities are related to ഇൻഡിവിജ്വൽസ് പൊസിഷൻ ഇൻ ദി ലൈഫ് സൈക്കിൾ. അപ്പോൾ നമ്മൾ ഇച്ചിരി മുന്നേ പറഞ്ഞത് തന്നെ, ഇൻഡിവിജ്വൽസ് ലൈഫ് സൈക്കിളിൻ്റെ
ലൈഫിൻ്റെ ഏത് പൊസിഷനിലാണോ നിൽക്കുന്നത് അതിനനുസരിച്ചാണ് മാർജിനൽ പ്രൊപ്പൻസിറ്റീസ് ഇരിക്കുക. അപ്പം ലൈഫ് ടൈമിൻ്റെ എൻഡിലേക്ക് അടുത്തിട്ടുള്ള വ്യക്തി, ജീവിതത്തിൽ ഏകദേശം അവസാനിക്കാറായിട്ടുള്ള വ്യക്തികൾ കൂടുതൽ വെൽത്തിൽ നിന്ന് സ്പെൻഡ് ചെയ്യും. അപ്പോൾ അവരുടെ MPC ഔട്ട് ഓഫ് വെൽത്ത് വിൽ ബി ഹയർ ദാൻ MPC ഔട്ട് ഓഫ് ലേബർ ഇൻകം. അപ്പം ഏകദേശം ജീവിതത്തിൻ്റെ അവസാനത്തിലേക്ക് എത്തിയ ആളുകൾ കൂടുതൽ വെൽത്തിൽ നിന്നായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്. കാരണം അവർ ലേബർ ഇൻകം ഓൾറെഡി കൂടുതൽ സ്പെൻഡ് ആയിട്ടുണ്ടാവും ജോലി ചെയ്തിരുന്ന സമയത്ത്. അപ്പം ലൈഫ് ടൈം എൻഡിനോട് അടുത്തിരിക്കുന്ന വ്യക്തികൾ അവരുടെ വെൽത്തിൽ നിന്നായിരിക്കും കൂടുതൽ സ്പെൻഡ് ചെയ്യുക. സെക്കൻഡ് ഇൻഫറൻസ്, ഇറ്റ് ഈസ് ഓൾസോ ക്ലിയർ ദാറ്റ് ലെങ്തനിങ് ഓഫ് വർക്കിംഗ് ലൈഫ് റിലേറ്റീവ് ടു റിട്ടയർമെൻറ്റ് വിൽ റേസ് കൺസംഷൻ because it increases lifetime income and reduces the length of period of savings. അപ്പോൾ വർക്കിംഗ് ലൈഫ് കൂടുതലാണ്. ഇപ്പോൾ 65 വയസ്സാണ് നമ്മൾ റിട്ടയർമെൻ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്, അല്ലെ 60 വയസ്സ്. അതൊരു 70 വയസ്സായിട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വർക്കിംഗ് ലൈഫ് ഇൻക്രീസ് ചെയ്യും. അതിനനുസരിച്ച് ലേബർ ഇൻകം ഇൻക്രീസ് ചെയ്യും, ലൈഫ് ടൈം ഇൻകം ഇൻക്രീസ് ചെയ്യും. കുറച്ച് റിട്ടയർമെൻറ്റ് ഇയർ വളരെ കുറവായിരിക്കും. ഇപ്പോൾ 80 വയസ്സിൽ മരിക്കും അല്ലെങ്കിൽ 80 വയസ്സ് വരെ ജീവിക്കുമെന്ന് വിചാരിക്കുന്ന വ്യക്തി 70 വയസ്സ് വരെ അയാൾക്ക് വർക്ക് ചെയ്യാൻ ഓപ്ഷൻ ഉണ്ടെങ്കിൽ വെറും 10 വർഷം മാത്രം അയാൾ ഡിസേവ് ചെയ്താൽ മതി. അപ്പോൾ അതിൽ കുറച്ച് അയാൾ സേവ് ചെയ്താൽ മതി, കൂടുതൽ സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും, സ്പെൻഡ് ചെയ്യും. അതാണ് സെക്കൻഡ് ഇൻഫറൻസ്. തേർഡ് ഇൻഫറൻസ്, the most basic point however is in the equation shows that both income and wealth are determinants of consumption. ഇൻകവും വെൽത്തും കൺസംഷൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. അപ്പം ഇൻകം ഇൻക്രീസ് ചെയ്താലും വെൽത്ത് ഇൻക്രീസ് ചെയ്താലും കൺസംഷൻ ഇൻക്രീസ് ചെയ്യുമെന്നാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസ് യൂസ് ചെയ്ത് പറയാനായിട്ട് സാധിക്കുക. അപ്പം ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൽ ഇൻകവും വെൽത്തും കൺസംഷൻ്റെ ഡിറ്റർമിനൻസ് ആണ്, അല്ലെങ്കിൽ ഡയറക്റ്റ് ഡിറ്റർമിനൻസ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിന് 3 ഇൻഫറൻസസ് ആണുള്ളത്. ഫസ്റ്റ് ഇൻഫറൻസ് എന്താണ് പറയുന്നത്? മാർജിനൽ പ്രൊപ്പൻസിറ്റീസ്, ഇൻഡിവിജ്വൽസിൻ്റെ ലൈഫ് സൈക്കിളിൽ ഏത് പൊസിഷനിലാണോ ഇൻഡിവിജ്വൽ ഉള്ളത് ആ പൊസിഷനനുസരിച്ചായിരിക്കും മാർജിനൽ പ്രൊപ്പൻസിറ്റീസ് ഇരിക്കുക. അതുപോലെ തന്നെ റിട്ടയർമെൻറ്റ് ഏജ് അല്ലെങ്കിൽ വർക്കിംഗ് സ്പാൻ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യും. ഇൻകവും വെൽത്തും കൺസംഷൻ്റെ ഡിറ്റർമിനൻസ് ആണ്. ഇത് 3 എണ്ണമാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തിസിസിൻ്റെ ഇൻഫറൻസസ്. Now, life cycle hypothesis model can be summarized as follows. First, consumption is constant over the lifetime of consumers. Consumersന്റെ ലൈഫ് ടൈമിൽ കൺസംഷൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഒരു പീരീഡിൽ കൂടുതൽ കൺസ്യൂം ചെയ്യുകയോ മറ്റൊരു പീരീഡിൽ വളരെ കുറവ് കൺസ്യൂം ചെയ്യുകയോ ചെയ്യാനായിട്ട് ഒരു വ്യക്തിയും ആഗ്രഹിക്കുന്നില്ല. അപ്പോൾ ഇൻഡിവിജ്വൽസ് അവരുടെ ലൈഫ് ടൈമിൽ എല്ലാ പീരീഡിലും ഒരേപോലെ കൺസ്യൂം ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. സോ കൺസംഷൻ ഇസ് കോൺസ്റ്റൻറ്റ് ഓവർ ദി ലൈഫ് ടൈം ഓഫ് കൺസ്യൂമേഴ്സ്. സെക്കൻഡ്, കൺസംഷൻ സ്പെൻഡിങ് ഈസ് ഫിനാൻസ്ഡ് ബൈ ലൈഫ് ടൈം ഇൻകം. കൺസംഷൻ ഇസ് റിലേറ്റഡ് ടു ലൈഫ് ടൈം ഇൻകം. ലൈഫ് ടൈം ഇൻകമാണ് കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്നത്. ലൈഫ് ടൈം ഇൻകത്തിനകത്ത് 2 എലമെൻ്റ് ഉണ്ട്. ഒന്ന് ലേബർ ഇൻകം, മറ്റേത് ഇനീഷ്യൽ വെൽത്ത്. അപ്പോൾ ലേബർ ഇൻകത്തിൽ നിന്നും വെൽത്തും കൂടെ ആഡ് ചെയ്യുന്നതാണ് ആളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ലൈഫ് ടൈം ഇൻകം. ലൈഫ് ടൈം ഇൻകത്തെ ബേസ് ചെയ്തിട്ടാണ് കൺസംഷൻ ഇരിക്കുന്നത്. സോ കൺസംഷൻ സ്പെൻഡിങ് ഇസ് ഫിനാൻസ്ഡ് ബൈ ലൈഫ് ടൈം ഇൻകം. തേർഡ്, ഡ്യൂറിങ് ഈച്ച് ഇയർ എ ഫ്രാക്ഷൻ ഓഫ് 1 by NL minus T of wealth will be consumed and a fraction of WL minus T by NL minus T of labor income will be consumed. അപ്പോൾ ഓരോ വർഷവും ഓരോ പീരീഡിലും വെൽത്തിൽ നിന്ന് 1 by L minus T ആ ഒരു ഫ്രാക്ഷൻ ആയിരിക്കും വെൽത്തിൽ നിന്ന് കൺസ്യൂം ചെയ്യപ്പെടുക. WL minus T by NL minus T എന്ന് പറയുന്ന ഫ്രാക്ഷൻ ലേബർ ഇൻകം ആയിരിക്കും ലേബർ ഇൻകത്തിൽ നിന്ന് കൺസ്യൂം ചെയ്യപ്പെടുക. നെക്സ്റ്റ് പോയിന്റ്, കറണ്ട് കൺസംഷൻ സ്പെൻഡിങ് ഡിപ്പെൻഡ്സ് ഓൺ കറണ്ട് വെൽത്ത് ആൻഡ് ലേബർ ഇൻകം. കൺസംഷൻ സ്പെൻഡിങ് ലേബർ ഇൻകത്തെയും അതുപോലെ തന്നെ വെൽത്തിനെയും ബേസ് ചെയ്തിട്ടാണ് കൺസംഷൻ സ്പെൻഡിങ് ഇരിക്കുക. സോ കൺസംഷൻ സ്പെൻഡിങ് ഡിപ്പെൻഡ്സ് ഓൺ വെൽത്ത് ആൻഡ് ലേബർ ഇൻകം. അപ്പോൾ നമുക്ക് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്
നമ്മൾ സമ്മറൈസ് ചെയ്തതാണ്. കൺസംഷൻ ഈസ് കോൺസ്റ്റൻറ്റ് ഓവർ ദി ലൈഫ് ടൈം ഓഫ് കൺസ്യൂമേഴ്സ്. കൺസംഷൻ സ്പെൻഡിങ് ഈസ് ഫിനാൻസ്ഡ് ബൈ lifetime income. During each year, a fraction of 1 by NL minus T of wealth will be consumed, and WL minus T by NL minus T of labor income will be consumed. Then consumption spending depends on wealth and labor income. Consumption spending ലേബർ ഇൻകത്തെയും വെൽത്തിനെയും ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പം വെൽത്തും ലേബർ ഇൻകവും കൺസംഷനെ ഡിറ്റർമിൻ ചെയ്യുന്ന രണ്ട് ഫാക്ടേഴ്സാണ്. നൗ ലെറ്റ് us മൂവ് ഓൺ ടു ദി ഇംപ്ലിക്കേഷൻസ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൻ്റെ ഇംപ്ലിക്കേഷൻ. ഫസ്റ്റ് ഇംപ്ലിക്കേഷൻ, ഇറ്റ് സോൾവ്സ് കൺസംഷൻ പസിൽ. കൺസംഷൻ പസിൽ സോൾവ് ചെയ്യുന്നുണ്ട്. ദെൻ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് റിവീൽസ് സേവിങ് ചേഞ്ചസ് ഓവർ ടൈം ഓഫ് എ കൺസ്യൂമർ. സേവിങ്സ് ചേഞ്ച് ചെയ്യുന്നു. സേവിങ്സ് എന്തായിട്ട് ചേഞ്ച് ചെയ്യുന്നു? ഡിസേവിങ്സ് ആയിട്ട് ചേഞ്ച് ചെയ്യുന്നു. Now let us move on to criticisms. Life cycle hypothesis inde criticisms. First criticism, plan for lifetime consumption is unrealistic. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ എന്താ പറയുക, ഒരു ഇൻഡിവിജ്വൽ അയാളുടെ ലൈഫ് ടൈം കൺസംഷൻ പ്ലാൻ ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പം ഒരു വ്യക്തിക്ക് ലൈഫ് ടൈം കൺസംഷൻ പ്ലാൻ ചെയ്യണമെങ്കിൽ അയാൾ എത്ര വർഷം ജീവിക്കും, എത്ര വർഷം വർക്ക് ചെയ്യും, എപ്പോൾ വർക്ക് ചെയ്യും, ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം അസ്യൂം ചെയ്തിട്ട് വേണം കൺസംഷൻ പ്ലാൻ ചെയ്യാൻ. അപ്പോൾ ഈ കൺസംഷൻ പ്ലാൻ ചെയ്യുന്നത് അൺറിയലിസ്റ്റിക് ആണ്. അപ്പോൾ നമ്മൾ തന്നെ ജോലി തുടങ്ങി സാലറി കിട്ടിത്തുടങ്ങി കഴിയുമ്പോൾ ലൈഫ് ടൈം കൺസംഷൻ ഒന്നും പ്ലാൻ ചെയ്യുമോ? ഒരിക്കലും പ്ലാൻ ചെയ്യത്തില്ല. അതൊക്കെ ഒരു അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റാണ്. അപ്പം ലൈഫ് ടൈം കൺസംഷൻ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെ അൺറിയലിസ്റ്റിക് ആണ്. Then consumption is not directly related to asset. Consumption is directly related to labor income, but consumption is not directly related to asset. അസറ്റ്സുമായിട്ട് ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഒന്നും കൺസംഷന് ഇല്ല. പക്ഷേ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ എന്താ പറയുന്നത്? കൺസംഷൻ സ്പെൻഡിങ് ഡിപ്പെൻഡ്സ് ഓൺ വെൽത്ത് ആൻഡ് ലേബർ ഇൻകം. വെൽത്തിനെയും അസറ്റുമായിട്ട് കൺസംഷൻ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ടെന്നാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ പറയുന്നത്. അപ്പോൾ അത് വളരെ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള അസംഷനാണ്. നെക്സ്റ്റ് ക്രിറ്റിസിസം, estimation of variables like YL, the labor income, and WL are not possible. 40 വർഷം കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്ന ഇൻകം അതിൻ്റെ ഒരു ആവറേജ് ആണ്. ഒരു വർഷം എത്ര ഒരു ആവറേജ് ഇൻകം കിട്ടും, അതാണ് YL കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 40 ഇയേഴ്സ് നമുക്ക് ഒരു പക്ഷേ ഇൻക്രിമെൻറ്റുകൾ കിട്ടാം. അപ്പം ഈ വർഷത്തെ എൻ്റെ ഇൻകം ആയിരിക്കില്ല അടുത്ത വർഷം. അപ്പോൾ എൻ്റെ ഫുൾ 40 ഇയേഴ്സിലെ ഇൻകം ഞാൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട് ഒരു വർഷം ഇത്ര ഇൻകം എനിക്ക് ആവറേജ് കിട്ടും, അങ്ങനെയൊക്കെ എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ YL ഒരു ആവറേജ് ആനുവൽ ഇൻകമാണ് YL, അത് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് ഭയങ്കര പാടാണ്. ദെൻ WR എന്ന് പറയുന്നത് നമ്മുടെ വെൽത്താണ്. അപ്പം വെൽത്ത് ഇപ്പം ഞാനിപ്പം ഒരു ബോണ്ട് മേടിച്ചിട്ടാലോ അല്ലെങ്കിൽ കുറച്ച് സ്ഥലം മേടിച്ചിട്ടാലോ ഡെപ്പോസിറ്റ് ഇട്ടാലോ ഒക്കെ, ഡെപ്പോസിറ്റ് എനിക്ക് ഇൻഹറൻ്റായിട്ട് കിട്ടിയാലോ അതിനൊക്കെ എനിക്ക് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റോ അതിനൊക്കെ എനിക്ക് ലാഭം കിട്ടും. പക്ഷെ അതൊന്നും ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ വെൽത്ത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ബുദ്ധിമുട്ടാണ്. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ വെൽത്തിൽ പെടുത്തണം അതിനെക്കുറിച്ചൊരു ഒരു പ്രോപ്പറായിട്ടുള്ള ഒരു നമുക്ക് ഗൈഡ് ലൈൻസ് ഇല്ല. അതുപോലെ തന്നെ ഈ വെൽത്ത് ഉണ്ടെങ്കിൽ തന്നെ വെൽത്തിൽ വർഷങ്ങൾ കഴിയുമ്പോൾ ചില വെൽത്തൊക്കെ എന്താണ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് കൊണ്ടും അല്ലെങ്കിൽ പ്രൈസ് ഹൈക്ക് മൂലമൊക്കെ നമുക്ക് കുറേ പ്രോഫിറ്റ് കിട്ടും. അതൊന്നും തന്നെ ഈ ലൈഫ് സൈക്കിൾ മോഡലിൽ നമ്മൾ പറയുന്നില്ല. നമ്മൾ എത്രയാണോ വെൽത്ത് നമുക്ക് ഇൻഹറൻ്റായിട്ട് കിട്ടിയിട്ടുള്ളത് അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ ഉള്ളത്, ആ വെൽത്ത് അതേപോലെ, ആ വെൽത്തിൽ 1 രൂപ പോലും അഡീഷണൽസ് വരത്തില്ല. ആ വെൽത്ത് അതേപോലെ നമ്മൾ കൺസംഷന് വേണ്ടി യൂസ് ചെയ്യും എന്നാണ് പറയുന്നത്. അപ്പം YLഉം WRഉം നമ്മുടെ കയ്യിലുള്ള വെൽത്തും കാൽക്കുലേറ്റ് ചെയ്യുക, എസ്റ്റിമേറ്റ് ചെയ്യുക എന്നുള്ളത്
വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ടാസ്ക്കാണ്. അപ്പോൾ കൺസംഷൻ ലൈഫ് ടൈം കൺസംഷൻ പ്ലാൻ ചെയ്യുക എന്ന് പറയുന്നത് അൺറിയലിസ്റ്റിക് ആണ്. അതുപോലെ തന്നെ അസറ്റും കൺസംഷനും തമ്മിലൊരു ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ പറയുന്നുണ്ട്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ യൂസ് ചെയ്യുന്ന വേരിയബിൾസ് YL, WR ഇതൊന്നും നമുക്ക് എസ്റ്റിമേറ്റ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അപ്പം ഇങ്ങനെ കാര്യങ്ങളുള്ളത് കൊണ്ടാണ് ഇത്രയൊക്കെയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൻ്റെ ക്രിറ്റിസിസം. അപ്പം അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ഒരു തിയറിയാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്, ഒരു ഹൈപ്പോത്തസിസ് ആണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഹൈപ്പോത്തസിസ് ഒറിജിനേറ്റ് ചെയ്തത് അല്ലെങ്കിൽ ഇത് ഡെവലപ്പ് ചെയ്തത് 1960s. അപ്പോൾ 1952 തന്നെ ഈ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൻ്റെ ഒരു പാർട്ട് ആർട്ടിക്കിളായിട്ട് പബ്ലിഷ് ചെയ്തിരുന്നു. മോഡിഗ്ലിയാനിയും ബ്രിങ്ബർഗും ആൽബർട്ട് ആൻഡോയും കൂടി പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ മോഡിഗ്ലിയാനി പ്രൊഫസറും ബ്രിങ്ബർഗ് സ്റ്റുഡൻറ്റുമാണ്. അപ്പോൾ അവർ 1950s തന്നെ അത് പബ്ലിഷ് ചെയ്തിരുന്നു, ഒരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിരുന്നു. പക്ഷേ ബ്രിങ്ബർഗ് പെട്ടെന്ന് മരണപ്പെട്ടതുകൊണ്ട് മോഡിഗ്ലിയാനിക്ക് ഫർദർ അതൊന്ന് മോഡിഫൈ ചെയ്ത് ഒന്ന് പബ്ലിഷ് ചെയ്യാനായിട്ട്, ഒരു ബുക്കായിട്ട് പബ്ലിഷ് ചെയ്യാനായിട്ട് ഒരുപാട് സമയമെടുത്തു. 1960s മാത്രമാണ് ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് മോഡിഗ്ലിയാനിക്ക് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിച്ചത്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് മിൽട്ടൺ ഫ്രീഡ്മാൻ അദ്ദേഹത്തിൻ്റെ പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസ് 1957 പബ്ലിഷ് ചെയ്തു. പക്ഷേ പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസ് വെച്ച് നോക്കുമ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് കുറച്ചും കൂടി പുറകോട്ട് നിൽക്കുന്ന ഒരു ഹൈപ്പോത്തസിസാണ്. ഇപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിനെക്കാളും വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഹൈപ്പോത്തസിസാണ് പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസ്. പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസ് ഡെവലപ്പ് ചെയ്യുന്നത് 1957 ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് 1960 പക്ഷേ ഇത് നേരത്തെ പബ്ലിഷ് ചെയ്യേണ്ടതായിരുന്നു. ബ്രിങ്ബർഗ് പെട്ടെന്ന് മരണപ്പെട്ടു പോയതുകൊണ്ടാണ് പബ്ലിഷ് ചെയ്യാനായിട്ട് സാധിക്കാഞ്ഞത്. അപ്പം ആദ്യം പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ് നമ്മുടെ സിലബസിൽ കിടക്കുന്നത്. പക്ഷേ പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസും ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസോട് വെച്ച് നോക്കുമ്പോൾ പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസ് ആണ് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട്, കുറച്ചും കൂടി നല്ലൊരു ഹൈപ്പോത്തസിസ്. അതുകൊണ്ടാണ് ഞാൻ ആദ്യം ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എടുത്തിട്ട് പെർമനൻ്റ് ഇൻകം ഹൈപ്പോത്തസിസ് എടുക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകവും കൺസംഷനും തമ്മിലുള്ള റിലേഷൻഷിപ്പാണ്. ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ പറയുന്നത് കൺസംഷൻ ഇസ് എ ഫങ്ഷൻ ഓഫ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം ഓഫ് ദി കൺസ്യൂമറിൻ്റെ ലൈഫ് ടൈം ഇൻകത്തിനെ ബേസ് ചെയ്തിട്ടാണ് ഇൻഡിവിജ്വൽസ് നടത്തുന്നത് എന്നാണ് പറയുന്നത്. സോ കൺസംഷൻ C ഇസ് ഈക്വൽ ടു AWR പ്ലസ് CYL. വെൽത്തും അതുപോലെ തന്നെ ലേബർ ഇൻകവും അതിൻ്റെ സമ്മാണ് എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം എന്ന് പറയുന്നത്. എക്സ്പെക്റ്റഡ് ലൈഫ് ടൈം ഇൻകം ബേസ് ചെയ്തിട്ടാണ് ആളുകൾ കൺസ്യൂം ചെയ്യുന്നത്. അപ്പം അതാണ് നമ്മുടെ ഈ ഒരു ലൈഫ് സൈക്കിൾ ഹൈപ്പോത്തസിസിൽ ഈ MBA ഇക്കണോമിസ്റ്റുകൾ മോഡിഗ്ലിയാനി, ബ്രിങ്ബർഗും ആൽബർട്ട് ആൻഡോയും കൂടെ പറഞ്ഞു വെക്കുന്നത്.